ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പുരുഷ കമ്മീഷനാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. പുരുഷന്മാരെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രതികളാക്കുന്ന വ്യാജ പരാതികൾ വർദ്ധിക്കുന്നതായും അതിനെതിരെ പുരുഷന്മാരുടെ തന്നെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കമ്മീഷൻ അനിവാര്യമാണെന്നുമാണ് രാഹുൽ ഈശ്വറിൻ്റെ സ്റ്റാൻഡ്. അതിനുവേണ്ടി ഒരു സ്വകാര്യ ബില്ല് കേരള നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ചുക്കാൻ പിടിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള മറ്റൊരു MLA എന്ന് പറയുന്നത് നേരത്തെ തന്നെ എൽദോസ് കുന്നപ്പള്ളി എന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെതിരെയും മുമ്പ് ഇതുപോലെ വ്യാജ പരാതികളൊക്കെ വന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും എൽദോസ് കുന്നപ്പള്ളിയും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ഈ കാമ്പയിൻ ഈ മാസം 30-ാം തീയതി മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ അറിയിച്ചിരിക്കുന്ന വിവരം. ഇതിന് ലീഗൽ മെൻറ്ററിങ്, കൗൺസിലിംഗ്, നിയമപരിരക്ഷ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പുരുഷന്മാർക്കും നൽകണം എന്നുള്ളതാണ് ആവശ്യം. വനിതകൾക്ക് വേണ്ടി വനിതാ കമ്മീഷനുണ്ട്, പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷനുമില്ല എന്ന് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹത്തിനെതിരെയും അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങൾ വന്നപ്പോൾ ഒരു പുരുഷ കമ്മീഷനെ സമീപിച്ച് പരാതി കൊടുക്കാൻ അദ്ദേഹത്തിന് അവസരം ഇല്ലാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. വനിതകൾക്കാണെങ്കിൽ വനിതാ കമ്മീഷൻ ഇടപെടും, പുരുഷന്മാർക്കാണെങ്കിൽ അങ്ങനെ ഒരു കമ്മീഷൻ ഇല്ല എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. രാഹുൽ ഈശ്വർ അടുത്ത ദിവസങ്ങളിൽ തന്നെ കമാൽ പാഷ മുൻ ജസ്റ്റിസിനെതിരെയും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഷാരോൺ വധക്കേസിൽ കക്ഷിയായ അല്ലെങ്കിൽ പ്രതിയായ ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ കമാൽ പാഷ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ചില കമൻറ്റുകൾ പറഞ്ഞിരുന്നു. വ്യാപകമായ ആക്ഷേപത്തിന് ഇടവരുത്തിയ ഒരു കമൻ്റായിരുന്നു അത്. ഗത്യന്തരമില്ലാതെയാണ് ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നും അന്തസ്സായി കൊന്നു എന്നുമൊക്കെ അദ്ദേഹം അതിൽ പറഞ്ഞതായിട്ട് രാഹുൽ ഈശ്വർ തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഷാരോണിനെ കൊന്നത് ഗ്രീഷ്മയായതുകൊണ്ട് ഗ്രീഷ്മയുടെ പക്ഷം പിടിച്ചുകൊണ്ട് മെച്യൂരിറ്റി ആയില്ല എന്ന ഒരു അടിസ്ഥാനം കണ്ടെത്തി അതിൻ്റെ പേരിൽ ആണ് കമാൽ പാഷ ആ കുട്ടിയെ ന്യായീകരിച്ചത്. വധശിക്ഷ വേണ്ടിയിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷമെന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. പക്ഷേ അതും വലിയൊരു വിവാദത്തിന് ഇടവരുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഈശ്വരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമൊക്കെ തന്നെ നെയ്യാറ്റിൻകര ഗ്രീഷ്മയ്ക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയിരുന്നു. പക്ഷേ പോലീസ് അതിന് അനുവദിച്ചില്ല എന്നതുകൊണ്ട് അതിൽ നിന്നും അവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ ഒരു യൂട്യൂബ് ചാനൽ ചർച്ചയിൽ ചില കമൻറ്റുകൾ പറഞ്ഞു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് തൃശ്ശൂർ സ്വദേശിയായ ഒരു വ്യക്തി അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇറങ്ങേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. രാഹുൽ ഈശ്വർ പറയുന്നത് ഇത് എനിക്ക് മാത്രം ആയിട്ടാരും കാണേണ്ടതില്ല, അച്ഛനും മകനും സുഹൃത്തും ഒക്കെയായ പുരുഷന്മാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പുരുഷ കമ്മീഷൻ്റെ ആവശ്യം ചൂണ്ടിക്കാണിക്കുന്നത്. പുരുഷന്മാർക്കെതിരായ വ്യാജ കേസുകൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു കമ്മീഷൻ കേരളത്തിൽ അനിവാര്യമാണെന്നുള്ള പക്ഷമാണ് രാഹുൽ ഈശ്വറിൻ്റേത്. പക്ഷേ ഇതിനെ അനുകൂലിക്കുന്ന വലിയൊരു പുരുഷ സമൂഹം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം വ്യാജ പരാതികൾ
പലർക്കുമെതിരെ വന്നതിനെ തുടർന്ന് പലരും ഇപ്പോൾ ഭീതിയിലുമാണ്. സ്ത്രീകളെ നോക്കുന്നതിന് പോലും പല പുരുഷന്മാരും മടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴാണ് പരാതി വരുന്നു എന്നുള്ളത് അറിയാൻ വയ്യാത്ത സാഹചര്യവുമാണ്. രാഹുൽ ഈശ്വർ എന്തായാലും പുരുഷ കമ്മീഷൻ എന്ന കാര്യം ക്യാമ്പയിനായിട്ട് ആരംഭിക്കുമെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ പുരുഷന്മാർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. പക്ഷേ ഇതൊരു സ്വകാര്യ ബില്ലായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് കേരള നിയമസഭയിൽ എന്ത് നിലപാട് ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കാണാതെ നമുക്ക് പുറംതിരിഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു ചേർന്നിരിക്കുകയാണ്. നിയമം ശക്തമായതോടുകൂടി തന്നെ അതിന് സ്ത്രീപക്ഷ നിലപാട് മാത്രമായി ചുരുങ്ങരുത് എന്നുള്ളതാണ് പുരുഷ സമൂഹത്തിൽ ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യാഖ്യാനം. എന്തായാലും പുരുഷ കമ്മീഷൻ്റെ കാമ്പയിൻ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് ശരിക്കും രാഹുൽ ഈശ്വറിൻ്റെയും ഒപ്പമുള്ളവരുടെയും അത്തരത്തിലുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുമോ എന്നുള്ള കാര്യവും നമുക്ക് കാത്തിരുന്നു മാത്രമേ കാണാൻ കഴിയുള്ളൂ.